ഞാൻ നിൽക്കുന്നത് വണ്ടൂർ മണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്യജീവി ശല്യം തന്നെ. ഇതൊരു മലയോര മേഖലയാണ്, ചാലിയാറിൻ്റെ മറുകരയിലാണുള്ളത്. നമുക്ക് ഇവിടെ പ്രദേശം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഇത് റബ്ബർ എസ്റ്റേറ്റുകളും അതേപോലെ തന്നെ മറ്റേ കൃഷി മേഖലയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ വന്യജീവി ശല്യമാണ് ഈ നാട്ടുകാർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കാട്ടാന ചവിട്ടി ആളുകൾ മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ 2-3 തവണ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊപ്പം ഇവിടെ പ്രദേശവാസികൾ ചേരുന്നുണ്ട്. നമുക്ക് എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം ചോദിക്കാം. ഇപ്പോൾ ചേട്ടാ, ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്നത് വന്യജീവി പ്രശ്നമായിരിക്കുമല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വന്യജീവി വിഷയമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകുന്നത്? വന്യജീവി ഇവിടെ ഇപ്പോൾ ആന മാത്രമല്ല, വന്യജീവിയിൽ പെട്ട ആന, മ്ലാവ്, അങ്ങനെ പിന്നെ ചെറുമൃഗങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന ഏരിയയാണിത്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു പ്രതിവിധിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാണണം ഫലം. അതൊക്കെ നമുക്ക് മുന്നിട്ട് വെക്കാനുള്ള ആശയങ്ങളാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ സോളാർ ഫെൻസിങ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇടതുപക്ഷം ഭരിക്കണ കാലയളവിൽ സോളാർ ഫെൻസിങ് ഒക്കെ ഇവിടെ സാധ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ആനക്ക് പിന്നെ എന്താണെങ്കിലും, കറണ്ടാണെങ്കിലും സോളാർ ഫെൻസിങ് ആണെങ്കിലും വലിയ മരങ്ങളൊക്കെ ചവിട്ടി തള്ളിയിട്ട് നശിപ്പിക്കലാണ് പതിവ്. അത് വീണ്ടും പുനർക്രമീകരിക്കുന്നുണ്ട്. അതെ, അത് തകർക്കാതെ പിന്നെ അങ്ങോട്ട് ഈ ഭാഗത്ത് ഇറങ്ങാൻ സാധിക്കില്ല. പക്ഷേ വലിയ മരങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അത് പിടിച്ച് പൊട്ടിച്ച് മുറിച്ച് സോളാർ ഫെൻസിങ് ഇടാണ്. സാധാരണ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. ഈ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ ഇതേ പരിപാടി തന്നെയാണ് ആന കാട്ടിൽ. അപ്പോൾ ഈ ആന ഈ പരിപാടി കാട്ടുന്നതനുസരിച്ച് മറ്റു മൃഗങ്ങളും ഇറങ്ങിപ്പോരും. പിന്നെ സോളാറിൻ്റെ എളുപ്പമാണ്, കാരണം ഇതുണ്ടാവില്ല, വൈദ്യുതി ഉണ്ടാവില്ല. അപ്പോൾ മറ്റു മൃഗങ്ങളും അതിൻ്റെ പുറകാലിങ്ങനെ ഇറങ്ങി വന്ന് നാട്ടിലുള്ള റബ്ബർ, വായ, അതേപോലെ തന്നെ തെങ്ങ്, കവുങ്ങ് ഇതൊക്കെ നശിപ്പിച്ച് പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു ജീവിത ബുനാദി ഈ കൃഷിയുടേതായിരിക്കും. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നമ്മളെ കാർഷിക രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറാണ്. റബ്ബർ ആന വന്നു കഴിഞ്ഞാൽ കടിച്ച് ഒടിച്ചെറിയും, പോരാഞ്ഞിട്ട് അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കടിച്ച് തിന്നുന്ന അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഏരിയയിൽ തന്നെ ഇപ്പോൾ കുറേ 2-3 മരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആനേൻ്റെ ചവിട്ടേറ്റും അങ്ങനെയൊക്കെ. ഈ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാണ് ഏറ്റവും അവസാനമാണല്ലോ ഇപ്പോൾ സർക്കാരിൻ്റെ അനുമതിയൊക്കെ വന്നത്. അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്ന കരുതുന്നത്? ഇവിടെ ഇപ്പോൾ വെടിവെച്ച് കൊല്ലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. അല്ല, നമ്മളെ ഇവിടെ 1-ാം വാർഡിലിപ്പോൾ പഞ്ചായത്തിലുണ്ട്, പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ആനയുടെ പ്രശ്നങ്ങളാണ്, ആനശല്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവിച്ചു വരുന്നത്. പിന്നെ മ്ലാവും. അപ്പോൾ ചേട്ടാ, ഈ സർക്കാരിൻ്റെ പല നടപടികളും വന്യജീവി വിഷയമാകുമ്പോൾ കേന്ദ്രത്തെ പറഞ്ഞിട്ടും മറ്റവരെ പറഞ്ഞിട്ടും പൂർണ്ണമായിട്ടൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിനെ അതൊക്കെ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടില്ലേ? ബാധിക്കുക ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇവിടെ ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കേന്ദ്രം ഇതിനൊരു ഭേദഗതി കൊണ്ടുവരണം. ഒന്ന്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ഇവിടുന്ന് ജയിച്ചു ഒരു MP ഉണ്ട്, പിന്നെ പ്രിയങ്ക ഗാന്ധിയാണ് ഇപ്പോഴത്തെ MP. ഈ MP ഫണ്ട് വെച്ചിട്ട് നമ്മളെ ഈ മേഖലയിൽ പിന്നെ വന്യമൃഗ സ്ഥലത്തിന് ഒരു ഉപകാരം ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലവിൽ നമ്മളെ മേഖലയിൽ ഇപ്പോൾ സോളാർ ഫെൻസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഈ മേഖലയിൽ സോളാർ ഫെൻസിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആനയോ മറ്റു മൃഗങ്ങളോ വന്നിട്ട് ഈ സോളാർ ഫെൻസിങ് നശിപ്പിക്കുമ്പോൾ അത് പുനർനിർമ്മിക്കാൻ വേണ്ടി ഇവിടുത്തെ ഫോറസ്റ്റ് വകുപ്പ് നല്ലോണം പ്രയത്നിക്കുന്നുണ്ട്. അവർ നല്ലപോലെ നമ്മൾ സഹകരിക്കുന്നുണ്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട്. ഈ മറ്റ് ആനയ്ക്ക് പുറമെ കാട്ടുപന്നിയൊക്കെ വലിയ തോതിൽ കൃഷി നശിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഏറ്റവും വാർത്ത ഉണ്ടായിരിക്കുന്നത് മമ്പാട് പഞ്ചായത്തിൽ നിന്നൊക്കെയാണ്. കാട്ടുപന്നിൽ വെടിവെച്ചെന്ന് കുറേ വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ അതിന് വെടിവെക്കാനുള്ള സർക്കാരിൻ്റെ അനുമതി ഇപ്പോൾ കുറച്ചും കൂടി ലഘൂകരിച്ചത് വലിയ സഹായമാകുന്നുണ്ട്. ഏകദേശം അത് നല്ലൊരു സർക്കാരിൻ്റെ ഒരു ആ തീരുമാനം നല്ല ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ മേഖലയിൽ. കാരണം നമ്മുടെ മമ്പാട് പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്ന പഞ്ചായത്ത് ഇപ്പോൾ കാട്ടുപന്നിനെ വെക്കാനുള്ള ഒരു ഓർഡർ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ട് അവരും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിലവിലിപ്പോൾ നമ്മളെ പഞ്ചായത്ത് മേഖലയിൽ. ഇവിടെ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും ചർച്ചയാവുക നിങ്ങളൊരു വിലയിരുത്തൽ? നമ്മളെ വിലയിരുത്തലിലൂടെ ചർച്ച ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇവിടെ 1-ാം വാർഡ് കരിക്കാട്ടോണ 10-30 വർഷമായിട്ട് LDF ഭരിക്കുന്ന വാർഡാണ്. ഈ വാർഡിൽ മറ്റ് ജനപ്രതിനിധികൾ അതായത് പിന്നെ ബ്ലോക്ക് മെമ്പർ UDF ആണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ UDF ആണ്, പിന്നെ MP UDF ആണ്, MLA UDF ആണ്. ഇവരൊരു ഫണ്ടും ഈ മേഖലയിലേക്ക് ഇതുവരെ എത്തിയിട്ടുള്ളതാണ് നമ്മൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ജനങ്ങളായിട്ട് അഭിമുഖീകരിക്കുന്ന കാര്യം. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ ഇതിനെ പ്രതിഫലിക്കുക? സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചായത്തിൽ ഈ ഒരു വാർഡിൽ 100ഓളം ലൈഫിൽ വീടുകളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ ഈ വാർഡിൽ 1-ാം വാർഡിൽ നമ്മളെ മേഖലയിൽ 3 നഗരമാണ്. ഒന്ന് വീട്ടിക്കുന്ന്, ഒന്ന് മാടം, കല്ലുവാരി. ഈ 3 നഗരിലും കൂടി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 3 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചത്.
അപ്പോൾ ഇതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിന് നല്ലൊരു നേട്ടമായിട്ട് നമ്മൾ ഈ 1-ാം വാർഡിൽ അവതരിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചർച്ചയാവുന്നുണ്ട് അല്ലേ? വികസനം കിട്ടിയിട്ടുള്ള നമ്മളെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ്. വേറെ ഒരു തരത്തിലും MLAൻ്റെ പ്രാദേശിക ഫണ്ടോ അങ്ങനെ ബ്ലോക്കിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ അങ്ങനെ യാതൊരുവിധ സഹായം കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്ര 25 കൊല്ലത്തോളം MLA സ്ഥാനത്ത് വെച്ചിരുന്ന ഒരു MLA എത്തിയിട്ടില്ല. ഈ റോഡ് പോലും നിങ്ങൾ പോരുന്ന വഴിക്ക് കണ്ടതാണ്. റോഡിൻ്റെ അവസ്ഥ തന്നെ ദയനീയമാണ്. ഇത് പാച്ച് വർക്കും കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. റബ്ബറൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ നമ്മൾ ഈ വാർഡിലെ പ്രശ്നങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തിലെ വലിയ ചർച്ച ഒരുപാട് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ഇതൊക്കെ വലിയ സ്വാധീനിക്കുന്ന വിഷയമാണെന്ന് കരുതുന്നുണ്ട്. അത് ഇന്നലെ തെളിഞ്ഞിട്ടില്ലല്ലോ. തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനായിട്ട് ന്യായമായ എന്തെങ്കിലും കാര്യം പറഞ്ഞു. ഇത് തുടർന്ന് പോകുന്നേ ഉള്ളൂ. ആ കാര്യം വിഷയങ്ങളൊക്കെ ചർച്ചയാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? വോട്ടുണ്ടോ? ആദ്യത്തെ വോട്ടാണോ അതോ ഫസ്റ്റ് വോട്ടാണ്? അപ്പോൾ ആർക്കാണ് ഈ ഫസ്റ്റ് വോട്ട് ചെയ്യുക? പാർട്ടിക്കാണോ അതോ വ്യക്തികൾക്ക് നോക്കിയിട്ടാണോ ചെയ്യുക? എങ്ങനെയാണ്? പാർട്ടിക്ക് നോക്കിയിട്ടാണ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ സർക്കാർ സഹായം ചെയ്ത് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. വന്യജീവി വിഷയമാണെങ്കിലും ഇതൊക്കെ കേട്ടു അല്ലേ? നിങ്ങൾ പഠിക്കുകയാണോ? എന്താ ചെയ്യുന്നത്? ജോലിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, ഇതിൽ ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനങ്ങൾ കുറേ ഉയർത്തുന്നുണ്ട്. അതേപോലെ സർക്കാർ ഇതിനെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയിട്ടാണ് പ്രതിരോധിക്കുന്നത്. ഇതിലേതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച? വിവാദങ്ങളാണോ വികസനമായിരിക്കും? വികസനമാണ് ചർച്ച ചെയ്യുക ഏറ്റവും കൂടുതൽ. പക്ഷേ ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഈ മാസം അത് മിക്ക മേഖലകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇപ്പോൾ നമ്മളെ മേഖലയിലും കൊടുക്കും. അപ്പോൾ അത് പിന്നെ സർക്കാരിനെതിരെ അപവാദങ്ങൾ പലതും വരും. പക്ഷേ അത് ജനങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളതാണ് നമ്മളൊരു ആത്മവിശ്വാസം. സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് സർക്കാരിൻ്റെ വികസനങ്ങൾ താഴെത്തട്ടിൽ എത്തുന്നുണ്ടല്ലോ അവരുടെ കയ്യിൽ. അതെ, ഇവിടെ നമ്മളെ മേഖലയിൽ ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം നമ്മൾ ഒരു 100-80% നമ്മളെ മേഖല എത്തുന്നുണ്ട്. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിനാണ് നമ്മളോട് വോട്ട് ചെയ്യുന്നത്. സർക്കാരിന് അനുകൂലമായി 25 വർഷമായിട്ട് LDFൻ്റെ വാർഡായിട്ട് പിന്നെ അത് ഇനിയും തുടരും തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനിയും തുടരും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. കാരണം നമ്മളെ LDFൻ്റെ ഭരണ മികവാണ് ഈ കാണുന്ന ബിൽഡിങ് അതൊക്കെ കോടിക്കണക്കിന് റുപ്യേൻ്റെ വികസനങ്ങളും കാര്യങ്ങളും നമ്മൾ ഒരു മെമ്പറെ വെച്ച് നമ്മുടെ AKSൻ്റെ നേതാവ് സുബ്രഹ്മണ്യൻ മുഖാന്തരം നമ്മൾ ഈ വാർഡിലേക്ക് നിരവധി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റോഡിന് ഇപ്പോൾ കിട്ടിയത് 1999 വന്ന റോഡാണ്. നമ്മളെ MLA നമ്മളെ കണ്ണന് LDF സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന റോഡാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ കിടക്കുന്നത്. 25 കൊല്ലത്തിന് മേലെയാകാനായി. ഇതിപ്പോഴും നമ്മൾ പേച്ച് വർക്ക് ചെയ്ത് മിനുക്കി കൊണ്ടുവരാന്നല്ലാതെ MLAൻ്റെ ഇപ്പം നിലവിൽ നിൽക്കുന്ന MLAൻ്റെ സംഭരണ മണ്ഡലമാണ്. ഇപ്പോൾ നിൽക്കുന്ന MLAൻ്റെ ഒരു ഫണ്ടും ഇവിടേക്ക് ഈ റോഡ് വിട്ട് എത്തിയിട്ടില്ല. കാരണം ഇതൊരു നഗരമാണ്. 10,000-ത്തിലാനും ആദിവാസികൾ തിങ്ങി പാർക്കി നിൽക്കണ മറ്റേ ഈ മമ്പാട് പഞ്ചായത്തിൽ തന്നെ വണ്ടൂർ നിയോജന മണ്ഡലത്തിൽ തന്നെ മറ്റേ ആദിവാസികൾ തിങ്ങി പാർത്ത് ഏറ്റവും കൂടുതൽ ഉള്ള മറ്റേ വാർഡും പഞ്ചായത്തും മണ്ഡലം തന്നെയാണ് 1-ാം വാർഡ്. കാരണം നമ്മളെ സംഭരണ മണ്ഡലമാണല്ലോ ഇപ്പോൾ വണ്ടൂർ SC/ST. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മളെ മുൻഗണന നമുക്ക് കിട്ടണം. ശരിക്കും നിങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലേ? നമ്മൾ നിലവിലിപ്പോൾ ഇങ്ങനെ MLA MP ബ്ലോക്ക് ജില്ല ആ മുഖാന്തരമുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഈ വാർഡിലേക്ക് എത്തിച്ചേരുന്നില്ല. പക്ഷേ പിന്നെ വാർഡ് മെമ്പറെ മികച്ച ഭരണത്തിൻ്റെയും പിന്നെ നമ്മുടെ CPM ബ്രാഞ്ച് കമ്മിറ്റി പിന്നെ AKS ആദിവാസി ക്ഷേമ സമിതി എന്നാണ് AKSൻ്റെ ഒക്കെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിരവധി വികസനങ്ങൾ കോടിക്കണക്കിന് റുപ്യേൻ്റെ നിരവധി വികസനങ്ങൾ നഗരങ്ങളിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് 3 കോടി. ഇപ്പോൾ ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പെരുമാറ്റ ചട്ടം ലംഘനമല്ലേ, ഇപ്പോൾ ഫണ്ടും കാര്യങ്ങളൊന്നും ഇപ്പോൾ പാസ്സാക്കാൻ കഴിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതാണ് ഇവർക്ക് പറയാനുള്ളത്. ഇവരെല്ലാം തന്നെ ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടതുപക്ഷം സജീവമായിട്ട് നിലനിൽക്കുന്ന ആളുകൾ കൂടിയാണ്. അതാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ ഏകപക്ഷീയമായി പോയി എന്നൊരു വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഇവിടെ എത്തി പ്രദേശവാസികളെ നമ്മൾ കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് കേൾക്കാനായത്. എന്താണെങ്കിലും ഈ ഒരു മേഖലയിലെ പ്രശ്നങ്ങൾക്കപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഒപ്പം തന്നെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അത് വനം വകുപ്പും സർക്കാരും എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഇവർ പങ്കുവയ്ക്കുന്നത്.
വണ്ടൂർ മണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ഒടായിക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ജല നിർഗമന നിയന്ത്രണ കേന്ദ്രമാണ്. ചാലിയാറാണ് ഇതുവഴി ഒഴുകി പോകുന്നത്. ഇതിനപ്പുറത്ത് കുറച്ചൊക്കെ പ്രാദേശികമായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് വരുന്ന സ്ഥലമാണ്. നമുക്ക് ഇവിടുത്തെ ആളുകളോട് ചോദിക്കാം എന്താണ് ഇവരുടെ ഇലക്ഷൻ ട്രെൻഡ് എന്ന്. കാക്കോ, എന്താണ് ഇലക്ഷൻ്റെ ആയിട്ട് നിങ്ങളെയൊക്കെ ഒരു അഭിപ്രായം? ഈ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ ഇവിടെ പ്രതിഫലിക്കുകയോ അതോ പ്രാദേശികമായിട്ടുള്ള ഇതായിരിക്കും ഉണ്ടാവുക? പറഞ്ഞോളൂ. നിങ്ങളെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്താ വെച്ചാൽ പിന്നെ സർക്കാരിൻ്റെ ഒരു നേട്ടങ്ങൾ പ്രതിഫലിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പിന്നെ വാർഡൊക്കെ കൂടിയിട്ടുണ്ട്. ആദ്യമൊക്കെ 19 ഇപ്പോൾ 22 വാർഡാണ്. ഇവിടെ ഈ ജില്ലയിലെ ഏറ്റവും അധികം വന്യജീവി ശല്യമൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണുള്ളത്. അതെ അതെ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അതിന് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. ആന മറ്റേ പന്നി ശല്യങ്ങൾ കൂടുതലുണ്ട്. സർക്കാരിൻ്റെ നടപടികളൊക്കെ അതിന് പരിഹാരമാവാൻ മാത്രം പരിഹാരം ഇവിടെ ഈ ഫോറസ്റ്റ് ഓഫീസിൽ VSSൻ്റെ ഇതിൻ്റെ പേരിൽ അതിന് പേരുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതൊന്നും ഇപ്പോൾ കിട്ടണില്ല. ഈ പെൻസിലിംഗ് ഇതൊന്നും ഇട്ട് അങ്ങനെ ആന എപ്പോഴും പുറത്ത് വരുന്നുണ്ട്. ഇപ്പം ഒരാഴ്ച മുമ്പ് ആന ഇവിടെ ഒരു വ്യക്തിയുടെ തോട്ടത്തിലിറങ്ങി ശല്യം ചെയ്യണമൊക്കെ ഉണ്ട്. എന്താണ് വോട്ട് ചോദിച്ചു വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത്? എന്തോ പറയാനാ, അറിയുന്ന ആൾക്കാരനാണോ? ഒക്കെ അറിയുന്ന ആളുകൾ തമ്മിലുള്ള അറിയുന്ന ആളുകളല്ലേ. ഇവിടെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ വ്യക്തിബന്ധമാവില്ലേ പ്രധാനം? ഇവിടെ വ്യക്തിബന്ധമായിട്ടും രാഷ്ട്രീയമായിട്ടും ഉണ്ട്, രണ്ടും. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ വലിയ തോതിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെതിരെയുള്ള വിമർശനം വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട്. കാരണം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല, കിട്ടാത്ത അവസ്ഥ. ഇപ്പോൾ ഇവിടെയൊക്കെ ക്ഷേമനിധിയിൽ ഒരുപാട് ആളുകളുണ്ട്. ക്ഷേമനിധിയിൽ നിന്ന് പൈസ കിട്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് അംശാദായം അടക്കാതെ ഒരു മാസം അടക്കാതെ നിന്നാൽ 5 രൂപ അങ്ങോട്ട് കൊടുക്കണം പലിശ. അങ്ങനത്തെ ക്ഷേമനിധി കിട്ടിയിട്ട് പിന്നെ 20 മാസം കഴിഞ്ഞു പെൻഷൻ 2000 കൊടുക്കുന്നൊക്കെ പറയുന്നത് വലിയ വാഗ്ദാനം അല്ല. അത് ക്ഷേമനിധി പെൻഷൻ കൊടുക്കണം. അതൊക്കെ പറഞ്ഞ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ പ്രമാണിച്ചുള്ള വാഗ്ദാനം അല്ലാത്തല്ലോ. ഇപ്പം ഇതിൻ്റെ മുമ്പേ എന്ന് പറഞ്ഞാൽ 10 വർഷമായല്ലോ, 2ാം ടൈമല്ലേ ഇത്. ഇതിപ്പോൾ ഇപ്പോഴാണപ്പോൾ ഇതൊന്ന് കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇപ്പോൾ സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ അതെഴുതിയിട്ട് അതിന് കൂടുതൽ വോട്ടൊന്നും അതിന് വരില്ല. മൊത്തത്തിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ മോഡലാവുമോ? അതൊരു സെമി ഫൈനലാണ്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു സെമി ഫൈനലാണ് ഈ വരണം. എങ്ങനെയുണ്ട് ഭരണം മാറണമെന്നുണ്ട്. ഭരണം മാറണമെന്നുണ്ട്. മൊത്തത്തിൽ പഞ്ചായത്തും സംസ്ഥാനമാണെങ്കിലും ഒന്ന് ഭരണം മാറണമെന്നുണ്ട്. മൊത്തത്തിൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യം കൊണ്ടും. ജീവിക്കാൻ വയ്യ, അത്ര അവസ്ഥയാണ്. എങ്ങനെയാണ് നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നതല്ലേ? എന്ത് പറയാം, സാഹചര്യങ്ങള് ജയിക്കണമെന്നുള്ള അഭിപ്രായമാണ്. ആര് ജയിക്കുന്നതാണ്? UDF ജയിക്കണമെന്നുള്ള അഭിപ്രായം. UDF ജയിക്കുന്ന അഭിപ്രായം. ഭരണം മാറണം, UDF സർക്കാർ വരണം, UDF ഭരണം വരണം. എന്നാലും ജനങ്ങൾ മാറ്റം വരണം. എന്താ ഈ ഭരണത്തിന് മെയിൻ പ്രശ്നമായിട്ട്? ഭരണത്തിന് പ്രശ്നങ്ങൾ തന്നെ ഉള്ളൂ. ഭയങ്കര അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമല്ല, എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ തന്നെ. അപ്പോൾ ഇത് മാറണം, ഇത് മാറും ചെയ്യൂട്ടോ. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനാണല്ലോ, നിങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാവും പ്രതിഫലിക്കുന്നത്? ദേശീയ തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവും. സംസ്ഥാന തലത്തിലെ സർക്കാരിൻ്റെ വിലയിരുത്തലുമാതിരി ആളൊക്കെ നമ്മളെ ഈ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അതിനകത്ത് കൂട്ടിയോജിപ്പിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മളെ ഇവിടെ ഈ വാർഡിനെ സംബന്ധിച്ച്, ഈ ദേശത്തെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ 1ാം വാർഡ് ഞങ്ങൾ 35 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ അധികാരത്തിലുണ്ട്. വീണ്ടും തുടർന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ തുടർന്നുള്ള മറ്റുള്ള വാർഡുകളുടെ സ്ഥിതി LDFന്റെ പഞ്ചായത്ത് ഭരണം ചർച്ചയാവുക ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ചർച്ചയാവുന്ന അത് പിന്നെ നമ്മളിവിടുത്തെ വന്യമൃഗത്തിൻ്റെ ശല്യത്തിൻ്റെ അതിൻ്റെ കാര്യത്തെക്കുറിച്ച്, ഇവിടെയുള്ള പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, നമ്മളെ റോഡിൻ്റെ വർക്ക്, ശോചനീയാവസ്ഥ, പ്രാദേശികമായ പ്രശ്നങ്ങളും ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ ചർച്ചയാവും തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഒന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ശക്തമായ തെരഞ്ഞെടുപ്പാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പം മമ്പാട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി നടത്തിയ വികസനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. പിന്നെ ഇവിടുത്തെ പൊതുവെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വന്യജീവി പ്രശ്നം ഭയങ്കര രൂക്ഷമായ ഒരു സ്ഥലമാണ്. ഇപ്പം 3 പേരെ ഇവിടെ ഇപ്പോൾ ആനാക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അത് ഭയങ്കര വിഷയം തന്നെയാണ്. പിന്നെ റോഡുകൾ ശോചനീയാവസ്ഥ വളരെ പ്രശ്നം തന്നെയാണ്. റോഡും
ഈ വന്യജീവികളെ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും പര്യാപ്തമല്ലാന്ന് തോന്നുന്നു. പര്യാപ്തം അല്ല സത്യത്തിൽ. ഇവിടെ അതിലും കുറേ അഴിമതികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഫെൻസിലിങ് നടത്തിയിട്ട് അതൊന്നും നോക്കുന്നില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നല്ല മൊത്തത്തിൽ ഒരു പ്രശ്നം തന്നെയാണ് ഇത്. ഈ വന്യജീവിൻ്റെ പ്രശ്നത്തിൽ വരുമ്പോൾ മനുഷ്യന്മാർ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഫെൻസിലിങ് പേര് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ബില്ല് മാറി പൈസ മേടിച്ച് പോകുക എന്നല്ലാതെ ഫെൻസിങ് കൊണ്ട് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒരു രക്ഷയില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് ഇവിടുത്തെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയാണെങ്കിലും നമ്മുടെ ജീവനാണെങ്കിലും ഇവിടെ തീരെ നടക്കുന്നില്ല. കാരണം പന്നീൻ്റെ ആനേൻ്റെ ശല്യം അതിരൂക്ഷമായി തുടരുന്നതുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ള ജനവാസ മേഖലയിലും തന്നെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടാണത്. ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഉദ്യോഗസ്ഥന്മാർക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടും ഒക്കെ തന്നെയാണ്. ഇതിന് ബില്ല് മാറണം, പൈസ മേടിക്കണം, വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് നിറയ്ക്കണം. നമുക്ക് യാതൊരുവിധ ഉപകാരവും നമുക്ക് മേളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഉദ്യോഗസ്ഥന്മാരിന് സർക്കാർ പ്രവർത്തിക്കുന്ന നമ്മൾക്ക് വേണ്ടുന്ന ചെയ്യുന്നത് നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തണില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ നമ്മൾ പറയുന്ന വികസന നേട്ടങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നു സർക്കാർ. മറുവശത്താണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ നിന്നാണ്. ഇതിൽ ആര് പറയുന്നതായിരിക്കും ജനങ്ങൾ അംഗീകരിക്കുക? ജനങ്ങൾ തീരുമാനിക്കുക ആര് ജയിക്കണം ആര് തോൽക്കണം. അല്ലാതെ പാർട്ടി സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പറയാൻ പറ്റില്ല. എന്താണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ ചർച്ച ചെയ്യുന്ന കരുതണേ? പ്രതീക്ഷ എന്താ, മൊത്തത്തിൽ ഇപ്പോൾ ആൾക്കാരെ മനസ്സിലിപ്പോൾ എന്താ മാറണം എന്നല്ല, ഒരു മാറ്റം വേണമെന്നല്ലേ. മാറ്റത്തിന് സമയമായി എന്നാണ്. പിന്നെ എപ്പോഴോ വേണം. അതിപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരേപോലെ തന്നെ ഉണ്ടാവുമോ? ഉണ്ടാകും. അതിന്റെ ഒരു കണക്കൂട്ടലാണുള്ളത് അല്ലേ? അതാണ്, അങ്ങനെ വേണം ചിന്തിക്കണം ആൾക്കാർ. മാറ്റം വേണം എന്നുള്ള ചിന്ത വേണം. നിങ്ങൾക്ക് എന്താ പറയല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ഭരണമാറ്റം നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ 10 വർഷമായിട്ട് നമുക്കൊന്ന് പുറത്തിറങ്ങിയാൽ തന്നെ അറിയാം, ഗ്രാമീണ റോഡുകളൊക്കെ വികസനം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഗ്രാമീണ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പിന്നോക്കം നിൽക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. പിന്നെയെന്ന് പറഞ്ഞാൽ അവശ്യ സാധനങ്ങൾ വിലക്കയറ്റം, ജനങ്ങൾ പൊറുതി മുട്ടിക്കുക, യുവാക്കളൊക്കെ കൂട്ടത്തോടു കൂടി വിദേശത്തേക്ക് രാജ്യം വിടുക, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, സാധാരണക്കാർ ബുദ്ധിമുട്ടുക. അതുപോലെ തന്നെ അമിത നികുതി ഭാരം, കെട്ടിട നികുതി, എല്ലാ മേഖലയിലും നികുതികളും വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ വികസനങ്ങൾ തീരെ ഇല്ല. പാർട്ടിക്കാർക്കും അവരുടെ ആൾക്കാർക്കും എല്ലാ ഗുണങ്ങളും മാത്രമേ ഉള്ളൂ, സാധാരണക്കാരനൊന്നുമില്ല. അത് തന്നെ ഞങ്ങളെ ഇത് പറഞ്ഞ ഒരു വനത്തോട് ചേർന്ന പ്രദേശമാണ്, മലയോര മേഖലയാണ്. അപ്പോൾ വന്യമൃഗ ശല്യങ്ങൾ ഒരുപാട് പേര്, ഇവിടെ 2-3 പേര് ഈ ഒരു 1-2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആനയുടെ ആക്രമണത്തിൽ മരിച്ചു. അതിനൊന്നും ഇതുവരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഭരണമാറ്റം പഞ്ചായത്ത് തലത്തിലാണെങ്കിലും വേണം. എവിടെ അഴിമതിയാണ്, സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങിയ എല്ലാ ആകെ ഒരു സമയമായിട്ടാണ് പറയുന്നത്. തകർന്നു കിടക്കുകയാണ് കേരളം. ചുരുക്കി പറഞ്ഞാൽ ഭരണമാറ്റം നിർബന്ധമാണ്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷേ ഇത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടേതായ വിലയിരുത്തലുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രതിഫലനമാകും എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അല്ല തദ്ദേശീയമായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങളായിരിക്കും എന്നും പറയുന്നവരുണ്ട്. എന്നാണെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് നാടൊന്നാക്കിയത്. നമുക്ക് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് കൂടുതൽ കേൾക്കാം, കൂടുതൽ അറിയാം. അഖിലോട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.